ഹലോ ഗൈസ്, നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ജാസിൽ ജാസി ഹെൽനോസ്പാർട്ടക്ക് തുണി പൊക്കി കാണിച്ചതിനെ കുറിച്ചാണ്. സത്യം പറയുകയാണെങ്കിൽ ഹെൽനോസ്പാർട്ടക്ക് വേണമെങ്കിൽ നേരെ പോയിട്ട് കേസ് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ജാസിൽ ജാസി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പം ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് അതിലൊക്കെ ഒരു ആണായിട്ടാണുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം ഹെൽനോസ്പാർട്ടക്ക് വീഡിയോ കോൾ ചെയ്ത് എന്നിട്ട് ഞാൻ പറയാണ് ഞാൻ ആണാണെന്ന് നമുക്ക് തെളിയിച്ചു തരണ എന്നാ പറഞ്ഞാണ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ എന്താ ഉണ്ടാവുക? അപ്പോൾ കേസായി. ഒരു പെണ്ണ് നേരെ ഏതെങ്കിലും ഒരു പെണ്ണിന് പോയാണ്ട് കാണിച്ചു കൊടുക്കല, അപ്പൊ അത് കേസാണ്. അപ്പോൾ വേണമെങ്കിൽ കേസ് കൊടുക്കട്ടെ. ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഇതിന്ന് ആലോചിച്ചാ സത്യം അത് ഇവള് നേരെ വന്നാണ്ട് വീഡിയോ ഇട്ട് പക്ഷെ വേണമെങ്കിൽ ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ കേസൊക്കെ കൊടുക്കാം, അടിപൊളിയാവും. നമുക്ക് ഏതായാലും ഈ തുണി പൊക്കൽ സംരംഭം കഴിഞ്ഞതിന് ശേഷം ഹെൽനോസ്പാർട്ട ഭയങ്കര എന്താണ് വികാരഭരിതയായിട്ട് ഒരു വീഡിയോ ഇട്ടാണ് നമ്മ ഇൻസ്റ്റയില്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ധൈര്യത്തിൽ പറ, ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. കാണിച്ചു കൊടുത്തു എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിച്ചോണ്ടത്. ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? കേട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തു വിടും, ഉറപ്പാണ്. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. അതാടാ ഇവന്റെ ഉപമ കണ്ടങ്ങള്. എന്താ വെച്ചാല് ഇതൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞ, ഞാൻ എൻ്റെ മനസ്സിന്നെടുത്ത് പറയാണ്. ജാസിൽ ജാസിനെ ഞാൻ പേഴ്സണലി കണ്ടാണ്. ഒരു മണവാളിന്റെ കല്യാണത്തിന് പോയ ടൈമില് ഞാൻ ഇവനെ അവിടെ വെച്ച് കണ്ട്. ഇവനുണ്ട് ജാസിൽ ജാസിന്റെ ആശി എടുത്തിണ്ടേന്. അപ്പോൾ ആശി ഈ വീഡിയോയിലൊക്കെ കാണുന്ന മാതിരി തന്നെ ഇങ്ങനെ ഇങ്ങനെ പതുങ്ങിയിട്ടൊരു ഇവനാണ് മെയിന്. ഐ മീൻ ആശി എനിക്ക് തോന്നണ ഒരു ഇൻട്രോവേർട്ട്, ആൾക്കാരോട് ഇടപഴകാൻ ഒരു മടി, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കണ്ടിട്ട്. ഇവനാണ് മെയിന്. ഇവൻ ഇങ്ങനെ സ്ട്രോങ് ആണ്. എന്താ കാര്യങ്ങളൊക്കെ ഭയങ്കര ഞാനിപ്പോ എനിക്ക് ചിലവരൊക്കെ ക്യാരക്ടർ ഉണ്ടാവാൻ കത്തു. ഈ ജാസിന്റെ ക്യാരക്ടർ എങ്ങനെയാ വെച്ചാല് ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്. ഉള്ളും സ്ട്രോങ് ആണ്, പുറത്തും സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്. അപ്പൊ ഇവനിങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങൾ, കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പൊ നമ്മല്ലേ ഈ ജാസിനെ കുറിച്ച് പറയലോട് കൂടി നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഒന്നും പറയില്ല കേട്ടാ. പറയാൻ കാരണം എന്താ വെച്ചാല് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള നല്ല നല്ല ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ നാദിറ, ബിഗ് ബോസ് സീസൺ 5 നാദിറ നല്ല ഐ മീൻ അതില് ഇതാക്കി. പിന്നെ ആള് ന്യൂസ് റീഡർ ആണ്, സ്വന്തമായിട്ട് വീടെടുത്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഇതേമാതിരി വിവാദങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ ജീവിച്ചു പോണ നാദിറ. അതും ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഐ മീൻ എൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ അതും ഒരു ലീലാമണിയാണ്. അതുപോലെ തന്നെ ഈ ജാസിൽ ജാസി എന്തിനാണ് വെറുതെ വന്നാണ്ട് എനിക്ക് 5 മാസം ഗർഭമുണ്ട്, അല്ലെങ്കിൽ ഗർഭിണിയാണ് ഞാന്, അങ്ങനെ ഛർദിക്കണേ, അതൊക്കെ എന്തിനാണ്? കാരണം ഈ ഗർഭം എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താ വെച്ചാല് നമ്മളെ ഇനിയിപ്പോ ഞാനൊക്കെ കല്യാണം കഴിച്ചാൽ തന്നെ ഇപ്പൊ എൻ്റെ ഭാര്യ ഉണ്ടാവും, ഭാര്യക്ക് ഗർഭം ഉണ്ടാവും, എന്നിട്ട് അത് നമ്മളൊരു സീരിയസ് ഇല്ലാതെ കാണേണ്ട സാധനമാണോ? അല്ല. കാരണം ഈ നൊന്ത് ഒരു അമ്മ കുഞ്ഞിനെ 10 മാസം ഗർഭം, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമാണ്. ഒരു കുട്ടി എന്നിട്ട് എങ്ങനെയൊക്കെ ഇങ്ങനെ അവിടുന്ന് പോരുന്നേ, കുട്ടീനെ എടുക്കണേ, കുട്ടി ഇനിയിപ്പോ ചിലവലത്ത് മരിക്കണേ, ചില കുട്ടികൾ ഇങ്ങനെ ആവണേ. അപ്പൊ ഈ ഗർഭം എന്ന് പറഞ്ഞ ഒരു വിഷയം തന്നെ വേറെ തന്നെ ഒരു സബ്ജക്റ്റാ. അപ്പൊ ഇവന് വലിയ മറ്റേ സെൻസേഷണൽ ഒരു ഇൻസ്റ്റഗ്രാമിലൊന്ന് കത്തുമല്ലോ, നീലക്കുയില് എന്താ ഇപ്പൊ വിശേഷം നോക്കുമ്പോ ഗർഭം ഉണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ പള്ള വീർപ്പിച്ച് ഇങ്ങനെ നടന്ന് വിചാരിച്ചുകൊണ്ട് പള്ള ചാടിയതാവും. ചിലപ്പോ അവിടെ കുറച്ച് പഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വീർക്കാൻ മതിയോ, അങ്ങനെ വിചാരിച്ചാണ്ട് ഒരു മറ്റേ ഗർഭത്തിനെ കുറിച്ച് പറയാൻ പാടില്ല ശരിക്ക്. കാരണം എന്താ വെച്ചാല് ഞാൻ എപ്പോഴും നോട്ട് ചെയ്ത് എന്താ വെച്ചാല് ഞമ്മ ഇവിടെ അടുത്ത് ഇൻഫ്ലുവൻസേഴ്സിന്റെ മാച്ചിന് പോയിന്. ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതിന് പോയ ടൈമില് എൻ്റെ വീഡിയോന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ബംഗാളികള്, തമ്പാക്ക്, ഞമ്മ നോർത്ത് സാധനങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഓരോന്ന് വന്നു പോകും. ബംഗാളികള്, തമ്പാക്ക്, ലീലാമണി, ലീലാമണി എന്ന് പറഞ്ഞാൽ ഞമ്മ ട്രെയിനിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടത് മുഴുവൻ കാണിക്കുക ആൾക്കാരെ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ. ഇനിയിപ്പോ ട്രെയിനത്തെ ബാത്റൂമിന്റെ അവസ്ഥ കണ്ടിടണോ അത് ഇടും. ട്രെയിനിൽ എന്താണ് ഞാൻ ആ ട്രിപ്പിൽ ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ വ്ളോഗിങ് മൈൻഡാണ്ട് ഓൺ ആവും. എന്നിട്ട് ഉറങ്ങി നീച്ചി അത് വ്ളോഗ് എടുത്ത്, നിസ്കരിച്ച്, ബാത്റൂമിൽ എങ്ങനെ പോയി, വരിന്നണ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാതും ഇടും.
അതിൽ ഈ ലീലാമണികൾ പെടുന്നു, ലീലാമണിന്റെ വീഡിയോ റീച്ച് ആവുന്നു, ആൾക്കാർ മുഴുവൻ. എന്നിട്ട് ഞാൻ കളിക്കാൻ പോയ ടൈമിൽ ഇന്നെല്ലാവരും തമ്പാക്കേ ഒരു ഭാഗത്തുനിന്ന് ലീലാമണിയെ, എന്നിട്ട് എനിക്കാണെങ്കിൽ കളിക്കാനും കഴിയണ്ടേ, ഒന്നും കളിക്കാനും കഴിയില്ല, ഇതിങ്ങനെ ഇതന്നെ വിളിക്കുക ലീലാമണിയെ ലീലാമണിയെ. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ ഡെയിലി ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരോടാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ അടുത്ത് ജാമ്യ മില്ലിയെന്ന് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇത് വേറൊരു വീഡിയോയിലും പറഞ്ഞിനി, എനിക്കൊരു ഭയങ്കര മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി. അതൊക്കെ അപ്പം ഒരു ബോഗിന്നാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. അപ്പം ഞാൻ അടുത്ത ബോഗി പോയിട്ട് അതേ അനുഭവം ഉണ്ടായ എല്ലാവരുടെ അടുത്തും ഫോൺ കൊടുത്തിട്ട് ഫുള്ള് ഷൂട്ട് ചെയ്തിട്ട് ഒക്കെ പുറത്ത് വിട്ടണ്. അതേമാതിരി എനിക്ക് നാഗാലാൻഡ് പോയി, അങ്ങനെ വേറെ നല്ല നല്ല സ്ഥലത്ത് പോയപ്പോൾ നല്ല നല്ല ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. എന്താ നമ്മളിങ്ങനെ അനുഗ്രഹിക്കും വന്നാണ്ട്, നന്നായി വരട്ടെ, പൈസ തരില്ലെങ്കിൽ വേണ്ട ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ നമ്മളടുത്ത് വന്നാണ്ട് പൈസ വയ്ക്കും, തരില്ലെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അങ്ങനെ നല്ല നല്ല ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ വെറും കളിയാക്കൽ മാത്രമല്ല, നമ്മൾ കാര്യം ഇതിലൂടെ പറയുന്നുണ്ട്, മനസ്സിലായി? അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ അരേ ലീലാമണി അത് നമ്മളെ ഇതിലുള്ള പടത്തിലുള്ളതാണ്. അത് എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ത്രില്ലായിട്ട് വരും സംഭവം. അതങ്ങനെയാണ്. നമുക്ക് എൽനോസ് പാട്ടിന്റെ വീടിന്റെ ബാക്കി കണ്ടോക്കാം. ഓക്കെ, നിനക്ക് അതിനുള്ള യോഗ്യതയില്ല, മനസ്സിലായില്ലേ? ഓൻ സ്ത്രീകളെ വെച്ചോൻ ഉപമിക്കുന്നു പ്രസവത്തിനെല്ലാം. നീ ഓൾറെഡി ഒരിക്ക മറ്റേ ഗർഭിണികളെ കളിയാക്കിയതോടെ തീർന്നിട്ടില്ല, മനസ്സിലായില്ലേ? അയ്യോ അമ്മക്ക് കുഞ്ഞിനെ കാണുന്ന പോലെയാണെന്ന് പോലെയാണ് സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ. പോര, വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട, കേട്ടില്ലേ? അതെല്ലാം എന്റെ കയ്യിലുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും നല്ല ഒരു അത് അടിപൊളിയായി സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചു. ഐ മീൻ അതൊരു ഹ്യൂമർ സെൻസ് ആണ്. അല്ല, ഈ ഹെൽനോസ് പാട്ടാണ് എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനല്ല, ഞാൻ ഇഷ്ടപ്പെടാന്ന് കാരണം വെച്ചാൽ നല്ല 1 മില്യൺ ഒക്കെ ഉണ്ട്, നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ആള് കുറച്ച് വീഡിയോ ഒന്നും ഇടാതായി, ഞമ്മ ഓടി കാണാതായി, അങ്ങനെ ആയി. പിന്നെ ഇപ്പൊ ഹെൽനോസ് പാട്ടിന്റെ ഒരു കംബാക്ക് എന്ന് പറഞ്ഞാലുള്ള സംഭവം ഇതാണ്. അല്ല, ഞാൻ നല്ല കുറെ പേഴ്സണലി ഞാൻ കുറെ ചിരിച്ചു കേട്ടാ. ഞാൻ ഈ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി നോക്കി. എന്നിട്ട് ഫുള്ള് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തു വെച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അത് ഞാൻ കാണിച്ചത്. ഫസ്റ്റ് കുട്ടികൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണരുത്. ഇനി ലാസ്റ്റ് വന്നിട്ട് കുട്ടികളും കൂടെ കാണുന്ന വീഡിയോ അല്ലേ എന്തിനിങ്ങനെ സംസാരിച്ചു എന്നുള്ളത് ആരും പറഞ്ഞുകൊണ്ട് വരണ്ട. ഞാൻ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയാം, എന്റെ വീഡിയോസ് കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അല്ല, അത് പറഞ്ഞത് ശരിയാട്ടോ, പക്കാണ്. കുട്ടികൾ കാണാൻ പറ്റില്ല, കാരണം ഇതിൽ അത്രക്കും തെറി വിളിക്കുന്നുണ്ട്. എൽനോസ് പാട്ടിനെ പിന്നെ നമുക്ക് പണ്ട് മുതലേ അറിയാം, അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കാണാൻ തന്നെ ഒരു ത്രില്ല്. ഐ മീൻ ആളങ്ങനെയാണ്, അത് ആദ്യം പറഞ്ഞേ. അപ്പൊ ഇനി കുട്ടികൾ ആരും കാണാൻ നിൽക്കണ്ട, ഞമ്മ പിന്നെ 23 വയസ്സായോണ്ട് കാണാട്ടാ. അങ്ങനല്ല, രസമല്ല, കേക്കാല. ആരെ കുറിച്ചുമല്ല, ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി, പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ഈ വീഡിയോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വീഡിയോ തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാല്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മാതിരി തന്നെ ജാസി ഇവനെന്തോ ഐ മീൻ കല്യാണ പരിപാടിയിലോ അങ്ങനെ എന്തോ പരിപാടിയിൽ നിൽക്കുമ്പോൾ ഞാൻ പെണ്ണാണ് നമുക്ക് കാണണമെന്ന് പറഞ്ഞാണ് കാണിച്ചെടുത്ത് മൊത്തത്തില്. അപ്പോൾ ആ ദേശത്തിലാണ് ആള് വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പറയണത്. ഐ മീൻ നമ്മല്ലേ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാണ്ട് ചെയ്യുമ്പോഴും ഒരാള് ദേഷ്യത്തിൽ വന്നാണ്ട് പറയുമ്പോഴുള്ള ടോക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് എനിക്ക് എപ്പോഴാണ് ഫീൽ ചെയ്ത് വെച്ചാല്, ഈ ഷാജാനും നിഷാനും ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഷാജാനും നിഷാനും ഒരു സ്ക്രിപ്റ്റ് ഇല്ലേനാ. ആ സ്ക്രിപ്റ്റിന്റെ ടൈമിൽ ഈ നിഷാനായിട്ട് ഞാൻ കമ്പനിയായി. കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പാവം ചെക്കന്. കാരണം എന്താ വെച്ചാൽ ഓന്റെ വണ്ടി ആരോ പൊളിച്ച് അഖിൽമാരാർ അങ്ങനത്തെ കേസിൽ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഒരു ഇത് നിൽക്കില്ല. അപ്പൊ ഞാനത് വീഡിയോ കോൾ ചെയ്ത് ചെക്കനെ, ഓനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ ഓനും ഫോളോ ചെയ്യുന്നില്ലേ, എന്താ ബ്രോ. അപ്പൊ എന്നിട്ട് ഓനോട് അങ്ങനെ പറഞ്ഞു, എടാ ഇജൊരു വീഡിയോ ചെയ്യടാ എന്നെ കുറിച്ച്, ഇജിന്നെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയും, കാരണം എന്താ വെച്ചാല് എന്റെ അവസ്ഥ നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇമോഷണലായി. കാരണം പാവം ചെക്കന് ഒരു വീഡിയോ ചെയ്തിട്ട് ഞമ്മക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ, ഓനക്ക് അങ്ങനെ ഉണ്ടായില്ല, അങ്ങനെ ഒരു സാധനം ഇങ്ങനെ വന്ന്. അപ്പം ഓൻ എന്തിനാ പറഞ്ഞു വെച്ചാല് ഓനക്ക് ഒന്നും കൂടി റീച്ച് ആവാൻ, ഓന്റെ ഈ സ്ക്രിപ്റ്റ് ഒന്നും കൂടി റീച്ച് ആവാനാണ് ഓൻ അന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ മലേഷ്യയിൽ പോയി. മലേഷ്യ എയർപോർട്ടിൽ നിന്നാണ് ഇത് സ്ക്രിപ്റ്റാണ്, ഇത് മൊത്തത്തിൽ പൊളിന ന്യൂസ് കാണുന്നത്. ഞാൻ മൊത്തത്തില് അതിൽ എനിക്ക് അങ്ങോട്ടും ഇളകിയിട്ട് ആകെ അങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് എന്താ അങ്ങോട്ട് കാട്ടേണ്ടിന്ന് അറിയില്ല. ഒരു പ്രത്യേക തരം കയപ്പ്. അതേ സാധനമാണ് ഇപ്പൊ ഹെൽനോസ് പാട്ടൊക്കെ കയറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാല് അത് എനിക്കിങ്ങോട്ട് തിരിച്ച് റിയാക്ഷൻ വീഡിയോ ഇടാണ്. ഇതിപ്പം നമ്മളെ പെരക്കാരും എന്തെങ്കിലും നമ്മളെ ചൂടായ ചെങ്ങായിമാരും ചൂടായെങ്കിൽ നേരെ വിളിച്ച് ചൂടായാലും ആ ദേഷ്യമാണ് പോയി. പിന്നെ നമ്മൾ കൂൾ. അതേമാതിരി ഈ 9-10 അല്ല അതേമാതിരത്തെ ഒരു ഫീല്.
എന്നിട്ട് ഞാൻ വേഗം മലേഷ്യയിൽ നിന്ന് നേരെ റൂമിൽ പോയിട്ട് എന്തായി വീഡിയോ ഉണ്ട് ഓണാക്കി കള്ള ഷാജാന നിഷാൻ അത് ഇത് എനിക്ക് പറയാനുള്ള ദേഷ്യം മുഴുവൻ പറഞ്ഞു തീർത്തപ്പം ഒരു ഇരട്ട ഏറ്റവും 4 പറ്റ സുഖം, അത്രക്കും ഭയങ്കര റാഹത്ത്. അതേമാതിരത്തെ ഒരു ഫ്രസ്ട്രേഷനിലാണ് എൽനോസ് പാട്ട വരുന്നത്. കാരണം എന്താ വെച്ചാല് ഒരാള് തുണി നോക്കി കാണിച്ച് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല, ആകെ മറ്റേ ഓള് പറഞ്ഞിട്ടില്ലേ മറ്റേ സിലിക്കോൺ കുത്തിപ്പിടിച്ച് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ആളെ ഈ രോഷത്തിന് ഇങ്ങോട്ട് പറയണത് കാണാൻ ഭയങ്കര നാക്കാണ്. അതാണ് പിന്നെ ഞാൻ ഇത് ഫുള്ള് പ്ലേ ചെയ്തിട്ട് തന്നെ കാണിച്ചു തരുന്നത്. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു, ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ, കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് എത്രയുള്ളൂ. ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്കും മോളെ. എന്തേ, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. അപ്പൊ ആൾക്ക് അത്രക്ക് ദേഷ്യം പിടിക്കാൻ കാരണം എന്താ വെച്ചാല്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഞാനിപ്പം ഫോർ എക്സാമ്പിള് ഏതെങ്കിലും മരിച്ചോടത്തേക്ക് വന്നതാണ്, അല്ലെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പം ഇപ്പൊ ജാസിന്റെ കോളിലുണ്ട് അല്ലെങ്കിൽ എന്റെ കോണ്ടാക്റ്റിലുണ്ട് വിചാരിച്ചോളി. അപ്പൊ നേരെ വന്നിട്ട് ഒരാളിങ്ങനെ വീഡിയോ കോൾ ചെയ്യാം. അപ്പൊ നമ്മളെ ചുറ്റോടിച്ചൊക്കെ ആൾക്കാരുണ്ടാവില്ലേ, നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോ നേരെ കണ്ടോളൂ എന്ന് പറഞ്ഞാണ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അതേ അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും ചൂടാകാൻ കാരണം. മനസ്സിലായാ? ഒരാൾ അത്രക്കും ചൂടായി പറയണമെന്നുണ്ടെങ്കിൽ തക്കമായ കാരണം ഉണ്ടാവില്ല. ഇപ്പൊ ഇന്നിപ്പോ ആരെങ്കിലും ഒരാള് എവിടുന്നേയും തെറി വിളിച്ച് എടാ ആണാണെങ്കിൽ പ്രൂവ് ചെയ്യടാ, ആണാണെങ്കിൽ പ്രൂവ് ചെയ്യടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ പോയിട്ട് അയാളെ വീഡിയോ കോൾ ഓൺ ആക്കിയാണ്ട് ഇതാ ആണാണ് കണ്ടോ തന്നെ കാണിച്ചു കൊടുക്കുവോ? ഇല്ല. രാവിലെ ചായയും കടിയും ഉച്ചക്ക് അരിഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനും അത് കാണിച്ചു കൊടുക്കൂല. എന്തിനാണ് അങ്ങനെ കാണിച്ചു കൊടുത്തത്? റീച്ചിന് വേണ്ടി. തക്കമായ റീച്ച്. ഇവള് ഈ മറ്റേ പള്ളയിലുണ്ട് അത് ഇത്, ഇവളല്ല ഇവന് ഈ പള്ളയിലുണ്ട് അത് ഇത് എന്ന് പറയണ എന്താ? റീച്ചിന് വേണ്ടി. സത്യം, റീച്ചിന് വേണ്ടി ചെയ്യാണ്. അല്ലാതെ അത് പറയേണ്ട ഒരു ആവശ്യമില്ല. മാന്യമായിട്ട് ജീവിച്ചു പോവാ, സുഖസുന്ദരായിട്ട്. സാധാ ഡെയിലി വ്ളോഗ് ഇടാ, അതൊക്കെ ഇട്ടൂടെ. ആശിന്റെ ഒപ്പം അങ്ങോട്ട് പോവാ, ഒന്ന് ഡൽഹി പോവാ, മണാലി പോവാ, എന്തെല്ലാം കണ്ടിട്ടുണ്ട് ലോകത്ത്. എന്നിട്ട് എന്തിനാണ് ഈ ഗർഭമുണ്ട് അല്ലെങ്കിൽ കണ്ടോൾക്ക് മുഴുവൻ തുണി പൊക്കി കാണിച്ചു കൊടുക്കുക? ഈ തുണി പൊക്കി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മള് കേരളക്കാരെല്ലാരും കൂടി തീരുമാനിച്ചിട്ട് ഈ ജാസിനെ ആശിനും കൂടി മറ്റേ വല്ല നോർത്തുക്കോ അങ്ങോട്ടെങ്കിലും നാട് കടത്തണം നമ്മൾ കത്ത് ചെയ്തല്ലോ, ഓവർ തുണി കൊപ്പി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. സത്യം. കാരണം എന്താ വെച്ചാല് ഈ തുണി പൊക്കി കാണിക്കുക എന്നുള്ള ഈ സിസ്റ്റം നോർത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ അരേ പൈസ തേതോ അങ്ങനെ പൈസ 10 റുപ്യ എടുത്താല് ഫ്രഞ്ച് കിസ് അടിക്കും. എന്റെ മുമ്പ് കണ്ടതാണ്. 10 റുപ്യ എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് കിസ് അടിക്കും. ഇവിടെ ഉമ്മക്കും അവിടെ ഇന്ത്യക്കാർക്കൊക്കെ പെരും പേടിയാ. ഞാൻ ഇതുവരെ 1 റുപ്യ കൊടുത്തില്ല. കാരണം നമ്മ തൊട്ടിലാണ് കിടക്കല്. 1 റുപ്യ ഞാൻ കൊടുത്തില്ല. 20 റുപ്യ കൊടുത്തില്ലെങ്കിൽ തീരെയും പൈസ ഇല്ലേ പൊക്കി കാണിക്കും അവിടെ. എന്നിട്ട് ആൾക്കാർ ചോറ് തിന്നുണ്ടോ ഒന്നും നോക്കൂല. അപ്പം ഇതേമാതിരത്തെ പണിയാണ് ഇപ്പൊ അവിടെ ചെയ്തത്. അപ്പം നേരെ നോർത്ത് ഇന്ത്യക്ക് വിടുക. ഏതെങ്കിലും നല്ല നിസാമുദ്ദീൻ എക്സ്പ്രസോ വിവേക് എക്സ്പ്രസോ ഏതെങ്കിലും നിന്നാല് എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ പൈസ ഉണ്ടാക്കുക. അല്ലാതെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കെടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. പിന്നെ കോമഡി എന്താ വെച്ചാലേ, ഞാൻ ഇടക്കിടക്ക് കാണലുണ്ട് ഈ ഫഹദ് ഖത്തറിന്റെ ഓരോ വീഡിയോ. ഒരു ഫഹദ് ഖത്തർ എന്ന് പറഞ്ഞൊരു ചെങ്ങായി ഉണ്ട്, മറ്റേ ജാസിനെ മാത്രം ട്രോളിനെ. ജാസി എങ്ങാനും മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കണ്ടന്റ് കഴിഞ്ഞ് അങ്ങനത്തെ ഒരു ചെങ്ങായി ഉണ്ട്. ജാസി ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ അതിങ്ങനെ. പക്ഷെ സംഭവം കണ്ടിരിക്കാൻ രസമാണ്. ഓനെ ഇങ്ങനെ വെറും കളിയാക്കലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവനെ ഇവനെങ്ങനെ കളിയാക്കണം. അവന്റെ കമന്റ് ഒക്കെ എല്ലാരും എന്റർടൈനിങ് ആണ് ചെയ്യല്. പക്ഷെ ചിലവര് ഈ കമന്റോളികളെ കുറെ പ്രത്യേകത ഉണ്ടല്ലോ. എന്തിനാണ് ബ്രോ അവർക്കും വേണ്ട ജീവിതം. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, എന്നാൽ ഈ ഫഹദ് ഖത്തർ എന്തിനാണ് ഈ ചെങ്ങായിനെ ഇങ്ങനെ ഒന്ന് വിട്ടൂടെ, പാവല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കലുണ്ട്. പക്ഷെ
ഇതിപ്പോ ഒരു ആണ് ഇത്ര കാലം പറയണ്ട്, പിന്നെ ഇപ്പൊ ഇതാ ഹെൽനോസ് പാട്ടാന്ന് പറഞ്ഞൊരു പെണ്ണും പറഞ്ഞു. ഇനിയിപ്പോ വേറെ ആരാ പറയണ്ടേ? ഇനി അടുത്ത് പഠിച്ചോൻ ഇറങ്ങി വന്ന് പറയേണ്ടി വരും. എന്താണ് ബ്രോ, ഒന്ന് നിർത്തിക്കൂടെ? സത്യം, 2 വിഭാഗം ആൾക്കാർ പറഞ്ഞു. ഇത്ര കാലം പെണ്ണുങ്ങൾ അങ്ങനെ ആരും ഇവനെ ഇതാക്കല്ലേനി. ഫഹദ് ഖത്തറാണ് ഇപ്പൊ ഹെൽനോസ് പാട്ട, 2 ആളും പറഞ്ഞു ഇവള് ഫ്രോഡാണ്, അതാണ് ഇതാണെന്ന്. ഇനി പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോ നമുക്ക് കാണാം. ഇനി ഫോർ എക്സാമ്പിൾ ഇവർക്ക് സമൂഹത്തിൽ ജീവിച്ച് പോവുകയാണെങ്കിൽ സുന്ദരമായിട്ട് ജീവിക്കുക. എന്തിനാ ഇപ്പൊ വീഡിയോ ഇടേണ്ട ആവശ്യം? ഇനിയിപ്പോ ജീവിക്കാൻ വേറെ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ നോർമൽ വ്ളോഗൊക്കെ ഇട്ട് ഇങ്ങനെ ജീവിച്ചു പോയിക്കൂടെ? ഇവർക്ക് അതൊന്നല്ല വേണ്ടി. ഇവർക്ക് ബിരിയാണിയും ഇവർക്ക് വെറുംചോറും സാമ്പാറും ഒന്നും പോരാ. ഇവർക്ക് മന്തി, അൽഫാം അതൊക്കെ വേണം. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇങ്ങനത്തെ ഓരോ ഇതേമാതിരി തെറി അത് ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഓരോരുത്തർ അവനാൻ ഇഷ്ടമുള്ള അനുഭവം പറയും. മനസ്സിലായി? എനിക്കൊക്കെ ഞാൻ തൊള്ളേ തോന്നിയേ പറയും. കാരണം എന്താ, നിങ്ങൾക്ക് തൊള്ളേ തോന്നിയേ പറയാണ്, പിന്നെ ഞമ്മക്ക് എന്താ തൊള്ളേ തോന്നിയേ പറഞ്ഞാല് ഇതെന്തായാലും ഇതിന് നമുക്ക് പഠിച്ചോൻ ഭാഗത്തുനിന്ന് കുറ്റമൊന്നും കിട്ടൂല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ പഠിച്ചോന് ഈ ജാസി എന്ന് പറഞ്ഞ വ്യക്തിനെ ഇങ്ങനെ ഒരു ഹോർമോൺ ചേഞ്ച് കൊടുത്തെന്ന് വിചാരിച്ചോളൂ. എങ്ങനെയാണ് സത്യം എനിക്കറിയില്ല. ഇപ്പൊ കൊടുത്ത് അപ്പൊ ഓൻ അതിനനുസരിച്ച് നടന്നാൽ ഓക്കെ, നമ്മൾ ഇത്ര കാലം ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇതേമാതിരി പള്ളയിലുണ്ട് 5 മാസമായി 6 മാസമായി അത് കണ്ടവർക്ക് പൊക്കി കാണിച്ചു കൊടുക്കുക. അപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും പറയും. കാരണം എന്താ വെച്ചാല് നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സംസ്കാരമുള്ള, ഞാനെന്ന് പറഞ്ഞാൽ എപ്പോഴും നോർത്ത് ഇന്ത്യനെ കളിയാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യ മാതിരി നമ്മളെ കേരളത്തിൽ ഉണ്ടാവുമ്പോ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി. അത് ശരിയാണല്ലോ. ഇനിയിപ്പോ ഒരു സ്ത്രീ ആണെന്ന് വിചാരിക്കുക, ഇപ്പൊ ഒരു പെണ്ണാണ് വിചാരിച്ചാണ്ട് ഇനിയിപ്പോ പെണ്ണാണെന്നാ പറഞ്ഞൂടെ? എന്തിനാ ഇപ്പൊ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം? നമ്മളിപ്പോ ഇവിടെ എല്ലാരും ആണുങ്ങൾ ഇങ്ങനെ മറ്റേ ഇൻസ്റ്റയിൽ ഞാൻ പ്രൊഫൈലൊക്കെ അതാ വെച്ചത്, ഇതിന്റെ കൂടെ വിത്ത് മൈ അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പ്രൊഫൈൽ വെച്ചത്. പൊക്കി കാണിച്ചു കൊടുക്കണ്ട, പെണ്ണാന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഇപ്പൊ ഒരാൾക്ക് വീഡിയോ കോളായി കാണിച്ചു തരാ, വീഡിയോ എന്തിനാ അതിന്റെ ആവശ്യം? അവിടെ പേഴ്സണൽ ആയിട്ട് അവിടെ വെച്ചാ പോരെ? വെറുതെ എന്തിനാ വള്ളി തൊള്ളയുള്ള അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം എൻ്റെ വളരെ ഭദ്രമായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞാൻ പുറത്തു വിടും. അപ്പൊ സത്യം പറഞ്ഞാല് ഇപ്പൊ ഇവള് പറഞ്ഞ അനുസരിച്ച് ഈ ജാസി ഒരു വള്ളിയാണെന്ന് അർത്ഥം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓരോരുത്തരെ ഓരോ സീക്രട്ട് കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അല്ലെ ഇപ്പൊ വിശ്വസിക്കാൻ വേണ്ടിട്ട് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളോട് പറഞ്ഞെടുത്താവും. ഇവളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. അപ്പൊ ഇത് ഒരിതാണ്. ഇഞ്ഞെങ്ങാനും നമ്മളും പറയാണ്, ഇഞ്ഞെങ്ങാനും ഇതേമാതിരി ഓരോ നാടകമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മ പുറത്ത് വിടും. അതും നമ്മൾ ഇതേമാതിരി ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ഇനിയിപ്പോ ഒരു ചെറിയ സാധനമാണെങ്കിൽ നമ്മ വലുതാക്കി കാണും. അങ്ങനെ എന്തിനാ അങ്ങനെ റീച്ച് ഉണ്ടാക്കണ്ട ആരും? അല്ല അതന്നെ, അങ്ങനെ ആരും റീച്ച് ഉണ്ടാക്കണ്ട. എന്തിനാ നല്ല രൂപത്തിൽ എന്തെങ്കിലും വേറെ എന്തൊക്കെ മാർഗമാണ്? ഇനിയിപ്പോ മാർഗം അറിയില്ലെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞതിന്റെ എന്തൊക്കെയാ കാട്ടേണ്ടത്. അത് പുറത്തു വിടണം. അത് അങ്ങനെ തന്നെ. ഞാൻ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് എന്താ ഇങ്ങനത്തെ അപരാധങ്ങൾ നല്ല പോസിറ്റീവായിട്ട് സംഭവങ്ങൾ ചെയ്തോളി. എന്നാ ഓക്കെ. ഈ വീഡിയോ ചെയ്യലോട് കൂടി എനിക്ക് ദേഷ്യം ഉണ്ടെന്നല്ല, ഇങ്ങനെ ഒരു ഗർഭം അത് ഇത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പക്കാ വെറുപ്പുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിൻ അല്ലേ ഉദ്ദേശിച്ചത്, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം നമ്മള് ശരീരത്ത് കുറേ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ വേറൊരു ട്രാൻസ് പെൺകുട്ടി ഉണ്ടായിരുന്നു, കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ, താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടിയാണ്, ഫുള്ളായിട്ട് കാണും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. മനസ്സിലായി? സന്തോഷം കിട്ടുന്നുണ്ട്. എനിക്ക് എന്ത് പങ്ക് കിട്ടുന്ന പറഞ്ഞേ? അല്ല, ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതിലെന്താ വെച്ചാല് അതിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് എന്താണ്, ഇപ്പൊ ജാസിനെ ഒരു ആണായിട്ട് ജനിച്ച് ഓനക്ക് എന്തോ ഹോർമോൺ ചേഞ്ച് ഉണ്ട്, ഓനക്ക് ഏറ്റവും ഓനക്ക് മനസ്സിന് സമാധാനം ഇനി പെണ്ണാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ.
അതിന് കുഴപ്പമില്ല. നമ്മൾ അതിനെ കുറിച്ചൊന്നല്ലട്ടോ ഈ വീഡിയോയിൽ പറഞ്ഞത്. അത് നിങ്ങൾ കണ്ടന്റ് മാറ്റരുതിട്ട് ആരും. ഐ മീൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ട് വളച്ചൊടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായ? അതിനൊന്നും കുഴപ്പമില്ല, അങ്ങനെ ജീവിച്ചോട്ടെ, അതല്ലേ നല്ലത്. ഒരാൾക്ക് സമാധാനം എന്നാൽ അങ്ങനെ ജീവിച്ചോട്ടെ. അതിന് നമ്മൾ ഈ ദീനായിട്ട് ഒരു ബന്ധമില്ല, ഇസ്ലാമികമായിട്ട് ഒന്നുമല്ല പറയണേ. നമ്മളൊരു സാധാ ഒഴിച്ചു വിടുക മനുഷ്യനായിട്ട് പറയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷെ ഈ അമ്മ ആയിട്ട് ഒരു പ്രസവിക്കണ വേദന ആ സംഭവമായിട്ട് വരരുത്, മനസ്സിലായ? അത് ഈ പേഴ്സണലി ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ആണിന്റെ സാധനം കട്ട് ചെയ്ത് അവിടെ ഇതാക്കുകയാണെങ്കിൽ അത് ഏറ്റവും പ്രസവമായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അവിടെ പേഴ്സണലി ആയിട്ട് എത്ര ആൾക്കാർ ചെയ്തു പോകുന്നുണ്ട്. ഓലൊക്കെ ഇപ്പൊ റീച്ച് വേണമെന്ന് വിചാരിച്ച് നിന്നുണ്ടെങ്കിൽ നടക്കുമോ കാര്യങ്ങൾ? ഓലൊക്കെ ഇപ്പൊ ഇതേമാതിരി ഓരാരെങ്കിലും ഇതേമാതിരി വന്നണോ? ഇല്ല. ഓരവിടെ ഓരോ പേഴ്സണൽ സന്തോഷത്തിനായിട്ട് പ്രൈവറ്റ് ആയിട്ട് സന്തോഷിച്ചിങ്ങനെ നടക്കുക. ഇത് പ്രൈവറ്റ് ആയിട്ടും സന്തോഷിക്കണം, ഗവൺമെന്റ് ആയിട്ടും സന്തോഷിക്കണം. എന്താ സന്തോഷത്തിന് നലിയും വിലയൊക്കെ അല്ലേ? എന്താ ഇത് പക്ക ഫ്രോഡ് പരിപാടിയാണ്, ഫ്രോഡ് പരിപാടിയാണ്. പറയുന്നില്ല ഞാൻ. നീ ഉണ്ടല്ലോ, നീ ഈന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്താൽ എനിക്ക് വിഷയമുള്ള കാര്യം ഞാൻ ഇനി അല്ല. ഇതില് നമ്മൾ ആദ്യം പറഞ്ഞേ കേസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല് ഇനിയിപ്പോ കേസ് കൊടുക്കാനുള്ള അവകാശം തന്നെ നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എൽനോസ് പാർട്ടക്കാണ് കേസ് കൊടുക്കാനുള്ള അവകാശം. കാരണം എന്താ, തനിയെ ഒറിജിനൽ പെണ്ണായ ഒരു എൽനോസ് പാർട്ടന്റെ മുമ്പിൽ ആണ് ഐഡന്റി കാർഡാണ് നോക്കുക, അല്ലാതെ ഇവിടെ സർജറി ചെയ്തോ അതും ഇതൊന്നും നോക്കൊന്നുമില്ല. ആധാർ കാർഡ് മാറിയാലാണ് നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ എൽനോസ് പാർട്ടക്കാണ് കേസ് കൊടുക്കാനുള്ള അവകാശം. ഓക്കെ, അപ്പൊ അതില് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ വേറെന്തെങ്കിലും അവകാശം ഉണ്ടാക്കി വന്നാൽ തന്നെ നമ്മ വക്കീലിനെ ഇറക്കും. അതൊക്കെ നമ്മ വക ഇറക്കും. അതത്ര തന്നെ. അതില് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ ആ കാര്യത്തിൽ. പിന്നെ ഇനിയിപ്പോ കേസ് വരികയാണെങ്കിൽ ഒരാളെ തെറി വിളിച്ച് അങ്ങനെയൊക്കെ ഓക്കെ. അതൊക്കെ കേസ് വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ ഏറ്റാൽ മതി. കാരണം ദേഷ്യത്തില് സ്വാഭാവികം. മറ്റേ ഇതില് കേസ് നമ്മളെ ഇവക്കാണ്, എൽനോസ് പാർട്ടക്കാണ്. അത് പക്ക. കാരണം 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടല്ല എനിക്ക് ചെയ്തു തരുന്നത്. അത്രയും സന്തോഷമാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം. നിങ്ങൾ ട്രോളുമ്പോഴാണ് എനിക്കതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എന്നെ കുറിച്ച് ജാസി അല്ലെങ്കിൽ മറ്റതൊക്കെ പറഞ്ഞ് ട്രോളുമ്പോൾ അല്ല അതന്നെയാണ്. എന്താ വെച്ചാല് ഞാനും ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇവർക്ക് നമ്മൾ ഇനി എത്ര കളിയാക്കിയാലും ഇവർക്ക് ഇത് യേശൂലടാ. കാരണം അതിനാണിപ്പോ ഒരു സാധാ പോലെ ജീവിച്ചു പോണ ഒരാളൊന്നും നമ്മ ഒന്നും പറയില്ലല്ലോ. ഇത് ഇവര് ട്രോളാൻ വേണ്ടി കുറെയൊക്കെ ചെയ്തു നോക്കി, ട്രോളാൻ വേണ്ടിട്ട് അപ്പോഴും ഒന്നും പറയില്ല. പിന്നെയാണ് എന്ത് ചെയ്ത് ഗർഭമുണ്ട് എന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ മനസ്സിന്റെ ഇടങ്ങളിൽ കയറണം. അതും ഓവർ കയറാത്തോണ്ടാണ് എൽനോസ് പാർട്ടനെ വിളിച്ചാണ്ട് എന്നാണ് കാണിച്ചെടുത്തത്. അത് പിന്നെയും കുറച്ച് ഇതായി. ഇനിയും ഓരോന്നായിട്ട് വരും ഇതേമാതിരി ഓരോന്ന്. ഇനി പറയും അടുത്ത് 9ാം മാസം, ഇനി ചിലപ്പോ അടുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിനായിട്ട് വരും. ഇതാണ് കുട്ടി, ഇതാ ഏതെങ്കിലും കുട്ടി, അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് ഈ എരപ്പന്റെ മൂട്ടില് ഉളുപ്പില്ലാത്തവർക്ക് ലോകത്ത് എങ്ങനെയും ജീവിക്കുക. എങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇനിയിപ്പോ വേണമെങ്കിൽ യാചകനായി ജീവിക്കുക, അതായി ജീവിക്കുക, ഇതാ എങ്ങനെ ജീവിച്ചോളൂ. ഉളുപ്പില്ലാത്തവർക്ക് എന്ത് സുഖാടാ. അതാ പറഞ്ഞ ഉളുപ്പില്ലാത്തവരുടെ ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. എങ്ങനെയും ജീവിക്കാലോ. അതാ പറഞ്ഞ വില ട്രോളണം. അതാണ് വില മെയിൻ. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ചെയ്യണ അത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയാം, പക്ഷെ നമുക്ക് പറയാനുള്ളത് പറയാന്നുണ്ടെങ്കിൽ എന്തോ മാതിരിയാ. അത് നമ്മളെ മനസ്സിനോട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ആൾക്കാർ ഒരു തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോ ഒരു സർജറി ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും സർജറി ചെയ്തോട്ടെ, എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു സംഭവം, ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഒന്ന് അത്. രണ്ടാമത് ഞാൻ സർജറി ചെയ്തു, അതും നാടകമാണ്. ഞാൻ സർജറി ചെയ്തില്ല, ഞാൻ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത്. എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി. നാട്ടുകാർ ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിട്ടോ, അതില്ലാന്ന് പറയുന്നില്ല. ഈ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് വെറിയാവണെന്ന് ചോദിച്ചില്ലേ, ഇതിനെ കുറിച്ച് എന്താ അതിന് ഞാൻ ഇതൊരു കുറ്റം പറയണ കോലത്തിലല്ല പറയണേ, ഒരു നോർമലായിട്ട് പറയണേ. ഒന്നാമത് എന്താ വെച്ചാല് ആൾക്കാർക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻകൊക്കെ എന്ന് പറഞ്ഞാല് എന്താണ് ട്രാൻസ്ജെൻഡർ, എന്താണ് നമ്മള് ഒരാണ് ഒരു പെണ്ണ്, ഓക്കെ. അതും അല്ലാത്തത് വേറെ ഒന്ന്. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുണ്ടാവും, ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങളെ കോളേജുണ്ട് പ്രിയദർശിനി, അവിടെ പഠിക്കുമ്പോൾ ഒരു ഹിന ഹനീഫ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ ഉണ്ട്. നമ്മളെ കേരളത്തിൽ എന്തൊക്കെയോ ആണ്. മൂപ്പരാള് വന്നിട്ട് ആദ്യം ആണേനി മൂപ്പരാളൊരു കഥ ഉണ്ട്. എന്താ വെച്ചാല് വാപ്പക്ക് 4 3 പെമ്മക്കളേനി. അപ്പൊ ആണാവണേന്ന് അത്രക്കും നിർബന്ധം, ആണാൻ വേണ്ടി ഇതാക്കിയ.
അപ്പൊ എന്നിട്ട് മൂപ്പരാള് പറയുന്നുണ്ട് പഠിച്ചോൻ ഇന്നെ പെണ്ണാക്കി ജനിപ്പിക്കേണ്ടേന് ഇവലിങ്ങനെ പറഞ്ഞ് ആണാക്കി അങ്ങനെ. എന്നിട്ട് ഇവൻ ആണായി ജനിച്ച് ഇവൻക്ക് എന്താ വെച്ചാല് പെണ്ണിന്റെ ഒരു ഇത് ഇഷ്ടപ്പെടില്ല. ഐ മീൻ ഈ മറ്റേ ഇവര് പറഞ്ഞ ഹോർമോൺ ഇതാണ് കൂടുതൽ, സന്തോഷം എന്താണ്, അങ്ങനെ കുറെ അടിച്ച് അത് ഇത്. എന്നിട്ട് ആളിപ്പോ പെണ്ണായിട്ട് നല്ല മാന്യമായിട്ട് ജീവിക്കണേ. അതൊക്കെ അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ എന്നിട്ട് ഇങ്ങനെ അന്ന് ക്ലാസ്സിലൊക്കെ നീച്ചെന്ന് പറഞ്ഞേനി. കാരണം എന്താ വെച്ചാല് നമുക്ക് ഇത്ര കാലം നമുക്ക് അറിയില്ലേനി, ഇത് ഫുള്ള് ഇങ്ങനെ പറഞ്ഞു തന്നീന് ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ആയ കുറെ ആൾക്കാര് സാധാ പോലെ പ്രൈവറ്റ് ലൈഫിൽ ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ ഈ ആൾക്കാർക്ക് ത്വര എന്താ വെച്ചാല് ഈ ജാസിന്റെ കാര്യം ഒരു വേറെ തന്നെയാണ്. ഈ സാധാ ട്രാൻസ്ജെൻഡേഴ്സിന്റെ മാതിരി ഒന്നല്ല ജാസിൽ ജാസിക്ക് 5 മാസം ഇങ്ങോട്ട് ഇത്ര കാലം ഇങ്ങനെ ആവും. പെട്ടെന്ന് ഇങ്ങോട്ട് കുട്ടി 5 മാസം കൊണ്ട് കുട്ടി ഉണ്ടാവും. പിന്നെ ആൾക്കാർക്ക് ത്വര ഉണ്ടാവൂലേ, ഇതെന്തത് ഇനിയിപ്പോ ഇവിടെ വല്ല പ്രവാചകനായിട്ട് ഇറങ്ങിയ അതാണ് അങ്ങ് ത്വര ഉണ്ടാവൂലേ. എന്താ ടിസ്റ്റുള്ള കാര്യങ്ങൾ പറയുമ്പോ പിന്നെ ആൾക്കാരെ എന്താ അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം. ത്വരയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് ത്വര കൂടും, ഉറപ്പല്ലേ. പിന്നെ നമുക്ക് അറിയാനൊരു പൂതി ഉണ്ടാവും, എന്താവും സ്വാഭാവികം. നമ്മളെന്ന് പറഞ്ഞാല് ഈ നമ്മളെന്ന് പറഞ്ഞാല് ആൾക്കാർ പടം ഇറക്കണ് അത് ഇത് കണ്ടിരിക്കാൻ വേണ്ടി പടം ഇറക്കണ്. ഇത് പടത്തിനെക്കാട്ടി വലിയ സംഭവങ്ങൾ നാട്ടിൽ നടക്കുമ്പോ പിന്നെ ആരെയും പടം കാണാൻ പോവോ? വെറുതെ ദിലീപ് ബബ്ബൊക്കെ ഇറങ്ങിയാണ് നാറുകയെന്നല്ലാതെ വലിയ ഇതില് പടമൊക്കെ ഇറക്കണം. ഇവിടെ പടത്തിനെക്കാട്ടി വലിയ ടിസ്റ്റൊക്കെ അവിടെ ഇനിയിപ്പോ ആൾക്കാർക്ക് വേവലാതി എന്താ വെച്ചാല് ജാസി പ്രസവിച്ച് എങ്ങനെ പ്രസവിച്ച് എന്റെ മൈൻഡിലൊക്കെ വരും. എങ്ങനെ പ്രസവിച്ച് കൂടെ വന്ന് എങ്ങനെ എന്ത് അത് ഇത് അങ്ങനെ തുടങ്ങിയിട്ട് കുറെ ഡൗട്ടിനുള്ള ഉത്തരം തരേണ്ടി വരും. അപ്പൊ ഈ സ്ക്രിപ്റ്റ് സെറ്റ് ആക്കുമ്പോ അതൊക്കെ റെഡി ആക്കേണ്ടി വരും. ആൾക്കാരെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇത് നോർമൽ മനുഷ്യനല്ല. ഐ മീൻ ഇത് എന്ന് പറഞ്ഞാൽ ഒരു തീരാത്ത കണ്ടന്റ് ആണ്. മനസ്സിലായ? അതാണ്. അപ്പൊ ആൾക്കാർക്ക് ചോദ്യങ്ങൾ കൂടുന്നു, അതിനനുസരിച്ച് ഇത് കൂടുന്നു, അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇത് എത്ര കാലമായിട്ട് ഇങ്ങനത്തെ ഒരു വിഷയത്തിനെ കുറിച്ച് ഒന്നും പറയലുമില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ ജാസി അല്ലേ ആ ഒരു ഇതിലെടുക്കലുള്ളൂ. പക്ഷെ മറ്റത് കുറച്ച് ഐ മീൻ ജാസിനെ ഞാൻ ഇനി നേരിട്ട് കാണുകയാണെങ്കിൽ തന്നെ ഞാനിതാണ് പേഴ്സണലി പറയാം. അതെനിക്ക് ഭയങ്കര ബാഡായിട്ട് തോന്നി. ഈ അമ്മ പ്രസവിക്കാൻ പോകണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ബാഡാണ്. ഇപ്പൊ നമ്മൾ നേരെ കാണുമ്പോ ഒക്കെ അല്ലെ, ഇപ്പൊ ജാസിനെ ഞാൻ നേരെ കണ്ടാണ്, കൈയെടുത്ത് എന്റെ വീഡിയോ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സത്യം പറയല്ല, നമ്മ പറയാനുള്ളത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. എന്നാൽ തന്നെ കുറച്ചൊക്കെ ഒരു സമാധാനം. ഇപ്പൊ എനിക്ക് ഈ ഇവൻ ഈ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ഇവൻ അങ്ങോട്ട് തെറി വിളിച്ച കാര്യമൊക്കെ പറയുമ്പോ നമുക്ക് മനസ്സിനൊരു സാധനം ഉണ്ടേന്, നമുക്കൊരു അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് റാഹത്തായി, സന്തോഷായി. കാരണം എന്താ വെച്ചാല് നമ്മൾ കുറെ കാര്യങ്ങൾ പറയാണ്ട്. അതൊക്കെ ഇതിപ്പോ ഒരാളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്, ഇത്രയും നല്ലൊരു കാര്യങ്ങൾ എല്ലാവരോടും. അപ്പൊ ഇനി കാണുന്നവര് കാണട്ടെ. ഓക്കെ. അപ്പം ഏതായാലും ഇനി എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐ മീൻ ഞാൻ ഇതിൽ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, പക്ക ക്ലിയർ സാധനമാണ്. ഞാൻ ഇതിൽ കളിയാക്കണ കോലത്തിലൊന്നും പറഞ്ഞില്ല, മാന്യമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അപ്പം ഇനി ഇതിൽ എന്തെങ്കിലും ബാഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൊക്കെ വന്നിട്ട് തിരുത്താം. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത അത് മോശമായി ഇത് മോശമായി, ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയേണ്ടി. ഓക്കെ. അപ്പം എല്ലാരും അപ്പം ഓക്കെ, ബൈ. ഓക്കെ.